ശ്രീമതി ടി പി സിന്ധുമോൾ, വലിയ ആഹ്ലാദം എന്തിന് BJP ക്യാമ്പിലെന്നാണ് ശ്രീമതി ദീപ്തി മേരി വർഗീസ് ചോദിക്കുന്നത്. അതിന് കാരണവും അവർ പറയുന്നുണ്ട്. പത്മജ വേണുഗോപാലിനെ കിട്ടിയത് കൊണ്ട് നിങ്ങൾക്ക് വലിയ ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നാണ് അതിന്റെ രക്തചുരുക്കം. മഞ്ജുഷ, കോൺഗ്രസിന്റെ ക്യാമ്പ് ആകെ ഇപ്പൊ ആശങ്കയിലാണ്. ദീപ്തി പറയുന്ന പോലെയൊന്നും അല്ല. എന്തിനാണ് ഈ കോൺഗ്രസിന്റെ ഇതുപോലെയുള്ള നേതാക്കന്മാര് പെട്ടെന്ന് പ്ലാറ്റ്ഫോമിൽ വന്നെന്ന പത്മജ ഒന്നുമല്ല, ശരി, ക്രൗഡ് പുള്ളർ അല്ല, അവര് പോയാൽ ഒന്നുമില്ല എന്നൊക്കെ പറയുന്ന ഇവര് ഇത്രയും ഇമോഷണൽ ആയിട്ടും അല്ലാതെയും ഒക്കെ വന്ന് പ്രതികരിക്കുന്ന എന്തിനാണ്? അതിൽ നിന്ന് തന്നെ അതിന്റെ സ്വഭാവം വ്യക്തമല്ലേ? ഇവിടെ ദീപ്തി പറഞ്ഞാൽ നിൽക്കട്ടെ, രാഹുൽ പറഞ്ഞത് തുടങ്ങാം. രാഹുല് എപ്പോഴും ആളുകളെ അധിക്ഷേപിക്കുന്നതിൽ വളരെ വിരുദ്ധനാണ്. ഇതിനു മുമ്പ് ഞാനൊരു ഉദാഹരണം പറഞ്ഞു പോകാം. മാതൃഭൂമിയുടെ ആണെന്ന് തോന്നുന്നു ഒരു ചർച്ചയിൽ അദ്ദേഹം മോദി ഇങ്ങനെയാണ് ആളെ കൊല്ലാൻ മോദി വിടുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു പരാമർശം നടത്തിയിട്ടുള്ള വിദ്വാൻ കൂടിയാണ്. ഇപ്പൊ എവിടെ എന്ത് പറയണം എന്നൊന്നും അദ്ദേഹത്തിന് വലിയ തിട്ടമൊന്നുമില്ല. അദ്ദേഹം വലിയ നേതാവൊക്കെ ആയിരിക്കാം. പക്ഷേ വായിൽ വരുന്നതൊക്കെ വിളിച്ചു പറഞ്ഞ് നേതാവാകാൻ ശ്രമിക്കുന്ന ഒരാളാണ് രാഹുൽ. രാഹുലിന്റെ വീട്ടിലേക്ക് ആളെത്തും എന്ന് ഗോപാലകൃഷ്ണൻ സാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലും കാര്യമുണ്ട്. കാരണം പത്മജ ഇന്ന് BJPയിൽ വന്നിരിക്കുകയാണ്. പത്മജ BJPയിൽ ചേർന്നു എന്ന് പറഞ്ഞ് പത്മജയെ വഴിയിൽ തടയാനും പത്മജ വേണുഗോപാലിനെ ഇല്ലാതാക്കാനും അല്ലെ പത്മജയെ നിശബ്ദയാക്കാനും ഒക്കെ ഇവിടെ കോൺഗ്രസ് ശ്രമിക്കുന്നുവെങ്കിൽ അതെങ്ങനെയുണ്ട് എന്ന് കണ്ടറിയാൻ തന്നെയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. കാരണം ഇവിടെ ശ്രീ സമ്പത്തുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ നേതാവാണ് പറഞ്ഞിരിക്കുന്നത് എന്ത് അഭിപ്രായം എന്ന് പറയുന്നത് ഇരുമ്പുലക്കയല്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ആരാണ്? ശ്രീ EMS സമ്പത്തിന്റെ നേതാവാണ്. അപ്പൊ അങ്ങനെ അഭിപ്രായം ഇരുമ്പുലക്കയല്ല എന്ന് പരിണിതപ്രജ്ഞരായ നേതാക്കന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരത്തില് ഒരു സ്ത്രീ അവരെന്തുമായിക്കോട്ടെ, ഇവര് കോൺഗ്രസ് പറയുന്ന പോലെ ഒരു ഓട്ടായിരിക്കും പോകുന്നത്, ചിലപ്പോൾ 2 ഓട്ടായിരിക്കും, ചിലപ്പം ശരി ഒരു ഓട്ടല്ല, ചിലപ്പോൾ വേണുഗോപാൽ അവരുടെ ഭർത്താവിന്റെ വോട്ടും മക്കളുടെ വോട്ടും കിട്ടിയേക്കാം. ഒരു വോട്ടെന്ന് പറഞ്ഞ് നിർത്തരുതേ, അത് നാണക്കേടാണ്. കാരണം ആ കുടുംബം ഒന്നടങ്കം പത്മജയെ പിന്തുണയ്ക്കുകയാണ്. ഇവിടെ വീട്ടിൽ പറഞ്ഞ പോലെ ED എത്തി, ഇൻകം ടാക്സ് എത്തി, റെയ്ഡ് വന്നു എന്നൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് അവരുടെ ഭർത്താവിനെ ഇങ്ങനെ വിഷ്വൽ മീഡിയയിൽ കൂടി ഒന്നും നമ്മൾ അധികം കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹം വന്ന് പ്രതികരിക്കുന്നതും ഒരു രാഷ്ട്രീയ പ്രസ്താവന നടത്തുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അദ്ദേഹം ആദ്യമായിട്ട് വന്നിട്ട് പറയുന്നു കോൺഗ്രസിന്റെ ഒരു മുതിർന്ന വനിതാ നേതാവ് ED വന്നത് കൊണ്ടാവും എന്ന് പറഞ്ഞ പരാമർശത്തിനെതിരെ അദ്ദേഹം കൃത്യമായിട്ട് എന്താ പറഞ്ഞത്? അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. അപ്പൊ ഇവിടെ കോൺഗ്രസുകാർക്ക് എന്താ സംഭവിച്ചത്? ഇവർ നിരന്തരം പരാതികൾ, ഇവരുടെ പരാജയ കാരണത്തിന് നിരന്തരം പരാതികൾ കൊടുത്തു. അവർ തന്നെ, പത്മജ തന്നെ പറഞ്ഞ ഒരു വാചകം ശ്രദ്ധിക്കണം, കോൺഗ്രസിൽ കൃത്യമായിട്ടുള്ള ഒരു നേതൃത്വമില്ല, ഇതൊന്നും പരിഹരിക്കുന്നതിനും ഒന്നും ഒരു നേതൃത്വമില്ല. നമ്മൾ കേരളത്തിൽ അത് പലവട്ടം കണ്ടു. VD സതീശനും ശ്രീ സുധാകരനും ഒന്നിച്ചിരുന്ന് പത്രസമ്മേളനം നടത്തുമ്പോൾ മൈക്ക് പിടിച്ചു വാങ്ങി ഞാൻ നടത്താം നീ നടത്തണ്ട എന്ന് പറഞ്ഞ് പബ്ലിക്കിന്റെ മുന്നിൽ അപഹാസ്യരാകുന്നത് നമ്മൾ കണ്ടു. അത് എല്ലാ പാർട്ടിയിലും ഉണ്ടാകാറുള്ളതല്ലേ? ഇത്തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ എല്ലാ പാർട്ടിയിലും ഉണ്ടാകാറുള്ളതല്ലേ? BJPയിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ. സംസ്ഥാനത്ത് ശോഭാ സുരേന്ദ്രന് പരസ്യമായിട്ട് പ്രതികരണം നടത്തേണ്ടി വന്നിട്ടുണ്ട്. സംസ്ഥാന നേതൃത്വത്തിനെതിരെ പരസ്യമായിട്ട് പ്രസ്താവന ശോഭാ സുരേന്ദ്രൻ നടത്തിയതാണ്. സംസ്ഥാന നേതൃത്വത്തിനെതിരെ അവർ കേന്ദ്ര നേതൃത്വത്തിന് പരാതി കൊടുത്തതാണ്. പക്ഷെ അതൊന്നും ഒരു കൺവിൻസിംഗ് ആയിട്ടുള്ള റീസൺ ആയിട്ട് പത്മജ വേണുഗോപാലിന് കൊണ്ടുചെന്നെത്തിക്കാൻ കഴിയുന്നുണ്ടോ? ഞാൻ പരാതി കൊടുത്തു, അത് പരിഗണിക്കാത്തത് കൊണ്ട് ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നു, ഞാൻ പോകുന്നു കോൺഗ്രസ് വിട്ട് BJPയിലേക്കെന്ന് അവർ പറഞ്ഞ ചില വാചകങ്ങളുണ്ട്. അവരുടെ സഹോദരങ്ങൾ തന്നെ പറഞ്ഞ് സ്ഥാപിച്ചത് എന്താണ്? ഏത് രാഷ്ട്രീയത്തിലായിക്കോട്ടെ, കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിലായിക്കോട്ടെ, ഏത് രാഷ്ട്രീയത്തിലും ആയിക്കോട്ടെ, ആ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരു വനിത വർക്ക് അറ്റ് ഹോം ആയിരുന്നു, ഇത്രയും കാലം വീട്ടിലിരുന്ന് പണിയെടുക്കുകയായിരുന്നു പറഞ്ഞ അപഹസിക്കുന്ന ഒരു സഹോദരനെ, ആ സഹോദരന് വടകരയിൽ കിട്ടാൻ പോകുന്ന കൂലി എന്താണെന്ന് നമ്മൾക്ക് നോക്കിയിരുന്ന് കാണാം. ഒരു കുടുംബത്തിന്റെ ഉള്ളിൽ നിന്നാണ്, രാഷ്ട്രീയം മാറ്റിവെക്കട്ടെ, അവിടെ രക്തബന്ധം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്രീ മുരളീധരൻ എന്ത് പറഞ്ഞാലും അവിടെ രക്തബന്ധമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയുള്ള രക്തബന്ധത്തെ മാറ്റി നിർത്തി അപഹസിക്കുന്നത് ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിന് മാത്രമേ പറ്റൂ. കോൺഗ്രസിൽ നിന്ന് ഒരാൾ പോയി എന്ന് പറഞ്ഞാൽ ഇതുപോലെ കുടുംബത്തെ ഒന്നടങ്കം ചേർത്ത് പിടിച്ച് ആക്ഷേപിക്കുന്ന ഒരു സംസ്കാരം, അത് കോൺഗ്രസ് സംസ്കാര. അതുകൊണ്ടാണ് പലരും കോൺഗ്രസ് വിട്ടു പോരുന്നത്, നിൽക്കാൻ പറ്റാതെ. അല്ലാതെ EDയെ ഭയപ്പെട്ടിട്ടൊന്നുമല്ല. മടിയിൽ കനമുള്ളവർ ഭയക്കണം, അല്ലാത്തവർ എന്തിനാ ഭയക്കുന്നത്? ശരി, അതിന് പെട്ടെന്നുള്ളൊരു മറുപടി ദീപ്തി മേരി വർഗീസിൽ നിന്ന് തേടുകയാണ്. അതിനുശേഷം സമ്പത്തിലേക്ക് പോകും. ശ്രീമതി ദീപ്തി മേരി വർഗീസ്, കോൺഗ്രസിനെതിരെ സിന്ധുമോൾ പറഞ്ഞതുകൊണ്ടാണ് അതിന് പെട്ടെന്നുള്ള മറുപടി. അതെ,
അതെ, സിന്ധുമോൾ വളരെ വീറോടെ വാദിക്കുകയാണ്. നല്ല കാര്യം. സിന്ധുമോളുടെ ഈ ഒരു എനർജി ആ ശോഭ സുരേന്ദ്രന് വേണ്ടി കൂടി ഒന്ന് ഉപയോഗിച്ചാൽ നല്ലതായിരിക്കും. പാവം വളരെയധികം ബുദ്ധിമുട്ടുകയാണ് നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ പീഡനം കൊണ്ട്. അപ്പൊ ഇതിന്റെ അകത്ത് അല്ല ശോഭ, അതെ 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 ഞങ്ങള് കേരള സമൂഹമൊക്കെ കണ്ടാണ് ശോഭ സുരേന്ദ്രൻ മാധ്യമ പ്രവർത്തകരെ വിളിച്ചിട്ട് എന്താണ് പറഞ്ഞതെന്ന്. ഞങ്ങളൊക്കെ മാധ്യമങ്ങളൊക്കെ കാണുന്ന ആളുകളാണ് സിന്ധുമോളെ. അതുകൊണ്ട് അതൊന്നും ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണ്ട. ഞാൻ മറുപടി പറയട്ടെ. ഇവിടെ പത്മജ വേണുഗോപാലിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. ഇത് സൂം ചെയ്യാമെങ്കിൽ നിങ്ങൾ സൂം ചെയ്യണം. അവരോട് സംസാരിക്കാതിരിക്കാൻ പറയൂ. ഞാൻ ശരി, മറുപടി സിന്ധു പറയട്ടെ. ഒന്ന് ദീപ്തി പറയട്ടെ. ദീപ്തി ആരുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കാര്യമാണ്? ആരുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ്? ഒരു മിനിറ്റ്, ആരുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ദീപ്തി? അപ്പോ പത്മജ വേണുഗോപാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്, പത്മജ വേണുഗോപാല് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിക്കുകയാണ്. ഈടി വന്നാൽ പിന്നെ ഗുരുവായൂരപ്പനെ കൊണ്ടുപോലും രക്ഷിക്കാൻ കഴിയില്ല. BJP-യിൽ ചേരുകയെ നിവർത്തിയുള്ളൂ, അത്രയേ ഞാനും ചെയ്തുള്ളൂ. ഇത് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. അവരിത് FB-യിൽ ഇട്ട് അല്പം കഴിഞ്ഞപ്പോൾ നമ്മുടെ വിദ്വാൻമാരെല്ലാം സ്ക്രീൻഷോട്ട് എടുത്തു. അതുകൊണ്ട് ഇതിപ്പോ ഉണ്ട്. ഇപ്പൊ അല്പം മുമ്പ് അത് മുക്കിയിരിക്കുക പോസ്റ്റ്. ഇത് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്ന. എനിക്ക് തോന്നുന്നു മഞ്ജുഷിനും അത് കാണാം. സൂം ചെയ്യാമെങ്കിൽ ഇത് കാണാവുന്നതാണ്. അതെ 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 ഇത് അത് ആ സമയത്ത് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത ആളുകളുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് പത്മജ വേണുഗോപാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അപ്പോൾ ഇത് ഇട്ടതിന് ശേഷം മാറ്റിയിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞത് അതിനുള്ള കമൻസും താഴെയുണ്ട്. ആദരാഞ്ജലികൾ എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് പിന്നെ കമന്റ് ഇട്ടിട്ടുണ്ട്. മറ്റു ചില ആളുകൾ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് പറഞ്ഞ് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ഫേസ്ബുക്കിലുള്ളതാണ്. അവരുടെ പേജിൽ അത് എപ്പോഴാണ് ദീപ്തി അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നത്? ഇപ്പോൾ ഇന്നലെ രാത്രി അവരൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിരുന്നു. അത് ന്യൂസ് 18 കേരളം വാർത്ത കൊടുത്തതിന് പിന്നാലെയായിരുന്നു. അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ട് അത് ഡിലീറ്റ് ചെയ്തിരുന്നു. ED-യെ കാണിച്ച് പേടിപ്പിക്കുന്നുവെങ്കിൽ അത് എല്ലാവർക്കും എതിരെ വരുന്ന കാര്യമാണെന്ന് എന്തുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല? ശ്രീ ആനന്ദ് കൊച്ചുകൂടി, പത്മജ വേണുഗോപാലിൻ്റെതായി വന്ന ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പക്ഷേ അവരുടെ ഒറിജിനൽ പ്രൊഫൈലിൽ നിന്നല്ല ഇത് വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം ആ ഫോട്ടോയിൽ വ്യത്യാസമുണ്ട്. ശ്രീമതി ദീപ്തി മേരി വർഗീസ് അതിവിടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ചൂണ്ടിക്കാണിച്ചിരുന്നു. അവരുടെ ആ ഫേസ്ബുക്ക് പേജിൽ അതില്ല. ഒരു ദിവസം മുമ്പാണ് കാര്യങ്ങൾ വന്നത്. അതിലെ ഫോട്ടോയും ഇതിലെ ഫോട്ടോയും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് ഏത് പേജിൽ നിന്നാണ് വന്നത് എന്നതിൽ സംശയമുണ്ട്. മാത്രമല്ല ഈ ED വന്നാൽ പിന്നെ ഗുരുവായൂരപ്പനെ കൊണ്ടും രക്ഷിക്കാനാവില്ല, അതുകൊണ്ട് BJP-യിൽ ചേരുന്നു. അങ്ങനെ ഒരു പരാമർശം അവർ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം പോസ്റ്റ് ചെയ്യുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ശ്രീ ആനന്ദ് കൊച്ചുകൂടി. അല്ല, അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഹാക്ക് ചെയ്തു എന്ന് അവർ തന്നെ പറയും. അല്ലെങ്കിൽ അത് അവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ടുമായിട്ട് അല്ലെങ്കിൽ അതിലേക്ക് ആക്സസ് ഉള്ള ഏതെങ്കിലും ഇപ്പോൾ കോൺഗ്രസിന് അനുഭാവമായിട്ട് നിൽക്കുന്ന, കോൺഗ്രസ് അനുഭാവിയായിട്ട് നിൽക്കുന്ന അവരുടെ ഏതെങ്കിലും സ്റ്റാഫ് മെമ്പറോ മറ്റോ ശരിക്കും മഞ്ജുഷേ അത് പറഞ്ഞത് നന്നായി. അത് അന്വേഷിക്കേണ്ടതാണ് കൃത്യമായിട്ടത്. അഡ്മിൻ അത് വേറെ രീതിയിൽ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. കാരണം ഇങ്ങനെ ഒരു പോസ്റ്റ് ഒരിക്കലും അവരിടാൻ സാധ്യതയില്ല. പ്രത്യേകിച്ച് BJP-യിൽ അവർ ചേർന്നതിന് ശേഷം അങ്ങനെ ഇടാൻ ഒരു സാധ്യതയും കാണുന്നില്ല. ശ്രീമതി ദീപ്തി മേരി വർഗീസ്. അല്ല, ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ കാര്യത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്ക് കണ്ടത് മാത്രമാണ് നമുക്ക് കാണിക്കാൻ കഴിയുന്നത്. അത് അഡ്മിൻ ഇട്ടോ മറ്റാരെങ്കിലും ഇട്ടോ എന്നൊക്കെയുള്ളത് അവരന്വേഷിക്കേണ്ട കാര്യം. അവർക്ക് അങ്ങനെ തർക്കമുണ്ടെങ്കിൽ അവരതുമായി മുമ്പോട്ട് പോകട്ടെ. അങ്ങനെ ഒരു അഡ്മിനെ വച്ചിട്ടാണ് അവരത് കൈകാര്യം ചെയ്തതെങ്കിൽ അത് അവരുടെ പ്രശ്നമാണ്, അവർ കൈകാര്യം ചെയ്യട്ടെ. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ് വന്ന വിവരം, ഞാൻ കണ്ട വിവരം ഞാൻ അറിയിച്ചു എന്നുള്ളതേ ഉള്ളൂ.